സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നാളെ ഇറക്കും. വിദഗ്ധ സമിതി ഇന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകും. സമഗ്ര പരിഷ്കരണത്തിന് നിർദ്ദേശമുണ്ടാകും. കിഫ്ബിയിൽ അടിമുടി അഴിച്ചുപണിക്കും നിർദ്ദേശമുണ്ടാകും. സേഫ് സൈലാബ്ദീൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സേഫ്, അങ്ങനെ അക്കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ധവളപത്രം നാളെ ഇറങ്ങും. അങ്ങനെ ഉമ്മാക്കിയൊന്നും കാണിച്ചു പേടിപ്പിക്കേണ്ട എന്ന് പിണറായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മാക്കി കാണിച്ചു പേടിക്കേണ്ട ആവശ്യമുണ്ടോ? കേന്ദ്രം നൽകിയ കണക്കുകൾ, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ LDF സർക്കാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ വരിഞ്ഞു മുറുക്കുന്ന കണക്കുകൾ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊപ്പം തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. ധവളപത്രം നാളെ തന്നെ ഉണ്ടാകും. ജിൽസി, നാളെ അക്കാര്യത്തിലൊരു വ്യക്തതയുണ്ടാകും. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി അതിരൂക്ഷമാണെന്നാണ് കഴിഞ്ഞ 10 വർഷക്കാലം UDF പറഞ്ഞുകൊണ്ടിരുന്നത്. നികുതി പിരിവ് കാര്യക്ഷമമായി നടപ്പാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്നടക്കമുള്ള പല മേഖലകളിലുള്ള നികുതി ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ VD സതീശൻ തന്നെ നിയമസഭയിൽ പല കുറി ഉന്നയിച്ചിട്ടുണ്ട്. നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വിഷയം വരികയും ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്ത കാര്യമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എത്ര രൂപ ഖജനാവിൽ ബാക്കി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 4000 കോടി രൂപ എന്നൊക്കെയാണ് ഇടതുമുന്നണി നേതാക്കളടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും പണം ഉണ്ടായിരുന്നോ? കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇടതുമുന്നണി തുടർച്ചയായി തന്നെ ഉന്നയിച്ചിരുന്നു. അങ്ങനെ പണം കിട്ടിയിരുന്നോ? കിഫ്ബിയിലെ സമഗ്രമായ ഒരു പരിഷ്കരണം, അതാണ് VD സതീശൻ ലക്ഷ്യം വെക്കുന്നത്. ബജറ്റിനുള്ളിലേക്ക് കിഫ്ബിയെ കൊണ്ടുവന്ന് പദ്ധതികൾ നടപ്പാക്കാം എന്നുള്ളതാണ് അവർ ആലോചിക്കുന്ന കാര്യം. കിഫ്ബിയെ കൂടുതൽ താങ്ങിക്കൊണ്ടുള്ള പദ്ധതി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. അവിടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ VD സതീശൻ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട സമഗ്രമായ പരിഷ്കരണം അതും ധവളപത്രത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അഴിച്ചുപണിക്കാണ് ഈ ധവളപത്രം മുൻകൈയെടുക്കാൻ പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇന്നലെ അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ടായിരുന്നു, വിസ്മയകരമായ ഒരു ധവളപത്രം പുറത്തിറങ്ങും എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് പിണറായി വിജയൻ പറയുന്നത്, ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടി ഞങ്ങളുടെ വായടപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കേണ്ട എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വാക്പോരിന്റെ പുതിയ തലം തുറക്കുകയായിരിക്കും നാളെ ഈ ധവളപത്രത്തിലൂടെ എന്ന കാര്യത്തിൽ സംശയമില്ല. KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആ റിപ്പോർട്ട് കൈമാറും. നാളെ രാവിലെ സഭയുടെ ഫ്ലോറിലേക്ക് അത് വെക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ജിൽസി.